കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം തട്ടുകടയാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെന്ന് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിക്കാം. അതെന്തായാലും തരാതിരിക്കില്ലല്ലോ. എന്നാലും കുടിക്കാൻ കുറച്ച് വെള്ളം തരുമെന്നൊക്കെ ചോദിക്കുന്നത് മോശമല്ലേ? ഓ പിന്നെ, കുടിക്കാൻ വെള്ളം ചോദിക്കുന്നതിൽ എന്ത് മോശം? ഗൗതം ഇങ്ങോട്ട് വന്നേ. അതല്ല, അവിടെ മിനറൽ വാട്ടർ ഉണ്ടെങ്കിൽ അയാള് അതെങ്ങനെ എടുത്തു തന്നാലോ? പൈസക്ക് എന്ത് ചെയ്യും? മിനറൽ വാട്ടർ തന്നാ കുറച്ച് ചൂടുവെള്ളം ചോദിച്ചെന്ന് പറയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ആലോചിച്ച് നിൽക്കാതെ വാ ഇങ്ങോട്ട്. ചേട്ടാ, അതെ, കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ. അല്ല, ഇതാര്? നിധിമോളോ? എന്താ ഇവിടെ? സുധാകരേട്ടൻ ഇവിടെയാണോ കട നടത്തുന്നത്? ഗൗതം, സുധാകരേട്ടൻ ഞങ്ങളുടെ അയൽക്കാരനായിരുന്നു. അയൽക്കാരെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് ഈ കട തുടങ്ങാനുള്ള പണം തന്നത് പോലും മോളുടെ അമ്മാവൻ അശോക് സാറാ. ആളെ കണ്ടിട്ടില്ലെങ്കിലും ഇത് മോളുടെ ഭർത്താവാണെന്ന് മനസ്സിലായി. സാറിനെ കുറിച്ച് മോളുടെ അമ്മ ചന്ദ്രിക എപ്പോഴും പറയാറുണ്ട്, സാർ വലിയ ബിസിനസ്സുകാരനാണെന്ന്. ആ മോനെ കുറിച്ച് പറയുമ്പോ അശോക് സാറിന് വലിയ അഭിമാനമാണ്. മോളുടെയും അമ്മയുടെയും അശോക് സാറിന്റെ നല്ല മനസ്സുകൊണ്ടാ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്. അത് കാണുമ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ചേട്ടാ, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ നടന്നാണോ വന്നത്? വണ്ടി എവിടെ? വണ്ടി അപ്പുറത്തെ ജംഗ്ഷനിൽ വെച്ച് കേടായി. ഇനിയിപ്പോ വർക്ക്ഷോപ്പിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരെ അങ്ങ് ജംഗ്ഷനിലാ. അവിടെ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരണം. അതാ ഞങ്ങൾ നടന്നത്. കുറച്ച് നടന്നപ്പോ വല്ലാത്ത ദാഹം തോന്നി. വെറും വെള്ളം മാത്രം തന്ന് മോളെയും ഭർത്താവിനെയും വിടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്റെ ഈ ചെറിയ കടയിൽ നിന്ന് സാറ് കഴിക്കില്ലല്ലോ. കട ചെറുതാണെന്നേ ഉള്ളൂ, നല്ല വൃത്തിയിലെ മോളെ എല്ലാം വെച്ച് വിളമ്പുന്നത്. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ സാറേ? ഏയ്, അതൊന്നും വേണ്ട, വെള്ളം മാത്രം മതി. അതെ, ചെറിയ കടയായതുകൊണ്ട് ഞങ്ങൾ കഴിക്കില്ലാന്ന് സുധാകരേട്ടൻ പറഞ്ഞത് മോശമായിപ്പോയി. ഗൗതം, ഈ വാശിക്ക് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവൂ. സത്യമാണോ മോളെ? തമാശ പറഞ്ഞൊന്നല്ലല്ലോ. എങ്കിലേ രണ്ടുപേർക്കും ദോശ എടുക്കട്ടെ. പിന്നെന്താ ചേട്ടാ, ധൈര്യമായിട്ട് എടുത്തോ. ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇരിക്കും, രണ്ടുപേരും ഇരിക്കും. വാ ഗൗതം. നോക്കിയിരിക്കാതെ കഴിക്കും മോളെ. കഴിക്കും സാറേ. കഴിക്കാം ഗൗതം. കഴിക്കാം. എന്റെ പൈസക്ക് എന്ത് ചെയ്യും? പൈസയൊക്കെ പിന്നത്തെ കാര്യല്ലേ, അതിന് വഴിയുണ്ടാക്കാം. ഇപ്പൊ ഗൗതം കഴിക്കാം. ചേട്ടാ, 2 ദോശ. ഇതാ വരുന്നു. സാറേ, 2 ദോശ എടുക്കട്ടെ? വേണ്ട, മതി. ഓംലെറ്റ് ആണോ? വേണ്ട ചേട്ടാ, ഇത് തന്നെ ധാരാളം. എഴുന്നേക്കാം. മൊത്തം 145. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. സുധാരേട്ടാ, ഒന്നിങ്ങോട്ട് വരൂ. എന്താ മോളെ, വെള്ളത്തിൽ പൊടി വല്ലതും കിടക്കുന്നുണ്ടോ? അതല്ല, ഞങ്ങളുടെ ഫോണും പേഴ്സും ഒക്കെ കാറിലായി പോയി. ഇതിന്റെ പൈസ പിന്നെ എത്തിച്ചാ മതിയോ? ഇത് നല്ല ചോദ്യമായിപ്പോയി. ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വാങ്ങുമായിരുന്നോ?
എന്നാലും ആദ്യമായിട്ട് ചേട്ടന്റെ കടയിൽ വന്നിട്ട് ആദ്യമായിട്ട് വന്നോ? ഒന്നുമില്ല, ഭക്ഷണം കൊള്ളാമായിരുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കുഴപ്പമൊന്നുമില്ല സാറേ. ഏയ് നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. സന്തോഷം. എന്നാ സാറും മോളും ചേർന്നാട്ടെ, വേറെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ സുധാരേട്ടാ. ഇന്നാണ് ഈ കട തുടങ്ങിയതിന് ശേഷം എന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം. നിങ്ങൾ ധൈര്യമായിട്ട് ചെന്നാട്ടെ. വാ ഗൗതം. ശരി.